إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോട് കൂടി ജീവിക്കണം എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗം കരസ്ഥമാക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങളെല്ലാം അതിൻ്റെ പോരായ്മകളും അതിൻ്റെ പാകപ്പിഴവുകളും മാറ്റിവെച്ച് സ്വാലിഹായ അമലായി നമ്മളിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, റമദാനിൻ്റെ 4-5 ദിവസം പിന്നിടുമ്പോൾ റമദാൻ കൊണ്ട് വിജയം വരിക്കണമെന്ന് അങ്ങേയറ്റത്തെ ആഗ്രഹമുള്ള ഞാനും നിങ്ങളും എന്തൊക്കെയാണ് നമ്മൾ നേടിയത്, എന്താണ് നമുക്ക് നഷ്ടം വന്നത് എന്ന് ആലോചിച്ച് ഇനിയുള്ള ദിവസങ്ങൾ ആ നഷ്ടം വരാതെ കൂടുതൽ അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് ധൃതിപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നോമ്പ് നമുക്ക് നോക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ നോമ്പിനെ തകർക്കുന്ന കാര്യങ്ങളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ കണ്ണിനെയും കാതിനെയും കൽബിനെയും ഒക്കെ നിയന്ത്രിച്ചു കൊണ്ടാണോ ഈ ദിവസങ്ങൾ രാപ്പകലുകൾ നമ്മൾ കഴിച്ചു കൂട്ടിയിട്ടുള്ളത്? മൊബൈലും സംവിധാനങ്ങളും നിയന്ത്രിക്കാൻ ഹറാമുകൾ, ആഭാസങ്ങൾ, തോന്നിവാസങ്ങൾ, മ്ലേച്ഛകരങ്ങളായ കാര്യങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാൻ, അത് ഞാൻ കാണാൻ പാടില്ല എന്നൊരു മനസ്സിനൊരു തോന്നലും അതിൽ നിന്നും കണ്ണു മാറ്റാനും സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് തഖ്വയാണ്. തഖ്വ നമ്മൾ കൈവരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ശുഭസൂചനയാണത്. ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് ഇഖാമത്ത് കൊടുക്കട്ടെ, സമയം ഇനിയുമുണ്ടല്ലോ, ബാങ്ക് കൊടുത്തിട്ടല്ലേ ഉള്ളൂ എന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്നു. പക്ഷേ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ പള്ളിയിലെത്തണമെന്നും ജമാഅത്ത് നമസ്കാരങ്ങൾ റക്അത്ത് നഷ്ടപ്പെടാതെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് തഖ്വയാണ്. തറാവീഹ് നമസ്കാരം റസൂലുള്ളാഹി പഠിപ്പിച്ചു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി.
ഒരാൾ റമളാനിൽ അള്ളാഹുവിന് വേണ്ടി നിന്ന് നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്ന് പഠിപ്പിച്ചിട്ടുള്ള, റമളാനിൽ ഏറെ പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ച ഈ തറാവീഹ് നമസ്കാരം നമ്മൾ എങ്ങനെയാണ് കണ്ടത്? നമുക്കിവിടെ 2 പള്ളികളുണ്ട്. ഇവിടെയാണ് തറാവീഹ് നമസ്കാരം നടക്കുന്നത്. അവിടെ ഇശ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുന്നു. ഇശ നമസ്കാരത്തിനുള്ളവരെല്ലാം തറാവീഹിന് എത്തുന്നുണ്ടോ? നിസ്കരിക്കുന്ന ആളുകൾ തന്നെ ആ 8 റക്അത്ത് അല്ലെങ്കിൽ അതിനുശേഷമുള്ള 3 വിത്റും അത് കൃത്യമായി കൊണ്ട് തന്നെ ഇമാമ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് കയറുമ്പോൾ തന്നെ കയറാൻ, പ്രിയമുള്ള യുവാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഇതിനൊന്നും കഴിയാതെ ദുഃഖിച്ചിരിക്കുന്ന ആളുകൾ നമ്മുടെയൊക്കെ വീടകങ്ങളിലുണ്ട്. ഇതിൻ്റെയൊക്കെ ശ്രേഷ്ഠതയും ഫضലും എപ്പോഴാണ് മനസ്സിലാകുന്നത്? മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് മനസ്സിലാകും. ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി തല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂർ, ഖബറാളികളോട് നിങ്ങൾ ആഗ്രഹിക്കൂ, എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിച്ചാൽ നമ്മൾ പലതവണ കേട്ടതാണ്, പറഞ്ഞതാണ്. അവർ പറയും, റമളാനിൽ 1 ദിവസം ഞങ്ങൾക്ക് കിട്ടുമോ? എന്തേ ശവ്വാലിൽ 1 ദിവസം ചോദിക്കാഞ്ഞു? എന്തേ ഹജ്ജിൻ്റെ മാസത്തിൽ 1 ദിവസം ചോദിക്കാഞ്ഞത്? ഖബറാളികൾക്ക് അങ്ങനെ ഒരു അവസരമില്ല. ഉണ്ടെങ്കിൽ അവർ കാല് പിടിച്ചുകൊണ്ട് ചോദിക്കും, ഞങ്ങൾക്കൊരു ദിവസം കിട്ടുമോ എന്ന്. മീസാൻ കല്ലിൻ്റെ അടിയിലുള്ള അല്ലെങ്കിൽ ഇടയിൽ കിടക്കുന്ന മൂടുകല്ലിനട അടിയിൽ കിടക്കുന്നവർ ആഗ്രഹിക്കുകയാണ്, 1 ദിവസം കിട്ടുമോ, റമളാനിൽ 1 ദിവസം. കാരണം റമളാൻ എന്ന് പറഞ്ഞാൽ സയ്യിദ് ഷുഹൂർ, മാസങ്ങളുടെ നേതാവാണ്. നിസ്സാരമായ പ്രവർത്തനങ്ങൾക്ക് പോലും അമ്പിച്ച കൂലി തരികയാണ്. വതുളഅഫു ഫീഹിൽ ഹസനാത്തു വൽ ഉജൂർ, കണക്കില്ലാതെ വാരിക്കോരി കൊടുക്കുകയാണ്. അതുകൊണ്ട് മറ്റുള്ള 11 മാസങ്ങളിൽ വന്ന് ഇബാദത്ത് ചെയ്താൽ അത് കിട്ടൂല. മാസങ്ങളും വർഷങ്ങളും ഇബാദത്ത് ചെയ്തതിൻ്റെ കൂലി 1 ദിവസം കൊണ്ടും ചെറിയ സെക്കൻഡുകൾ കൊണ്ടും വാങ്ങാൻ റമളാനിൽ സാധിക്കും. അതുകൊണ്ട് അവർ ആവശ്യപ്പെടും, റമളാനിലെ 1 ദിവസം കിട്ടുമോ എന്ന്. മൂടുകല്ലിനടിയിൽ താമസിക്കുന്നവർ. എന്നാൽ മൂടുകല്ലിന് മുകളിൽ നിൽക്കുന്ന നമ്മളോ, നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. നമുക്കത് ബോധ്യപ്പെട്ടിട്ടില്ല, എനിക്കും നിങ്ങൾക്കും. ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇന്ന ഗായത ഉംനിയത്തിൽ മൗത ഫീ ഖുബൂരിഹിം ഹിയ ഫീ ഖുബൂരിഹിം ഹയാതു സഅത്തിൻ യസ്തദ്രികൂന ഫീഹാ മാ ഫാതഹും മിൻ തൗബത്തിൻ വഅമലിൻ സാലിഹ്. പള്ളിക്കാടുകളിൽ കിടക്കുന്ന, ശ്മശാനങ്ങളിൽ കിടക്കുന്ന ആളുകൾ, ഖബറാളികളായിട്ടുള്ള ആളുകൾ, അവർ ആഗ്രഹിക്കുന്നു, അവർ നഷ്ടപ്പെടുത്തിയിട്ടുള്ള തൗബയും അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുള്ള അമൽ സാലിഹാത്തുകളും വിശുദ്ധ ഖുർആന്റെ പാരായണവും അതേപോലെ തന്നെ അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കലും പള്ളിയുമായി ബന്ധം പുലർത്തലുമെല്ലാം ഞങ്ങൾക്ക് വീണ്ടെടുക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ആഗ്രഹം നടപ്പുള്ള കാര്യമല്ല. മരണത്തോടു കൂടിയെല്ലാം തീർന്നു കഴിഞ്ഞു. എന്നാൽ കല്ലുകൾക്ക് മുകളിൽ താമസിക്കുന്ന ആളുകൾ, മൂടുകല്ലുകൾക്ക് മുകളിൽ താമസിക്കുന്ന, നടക്കുന്ന ആളുകൾ, ജീവിച്ചിരിക്കുന്ന ആളുകൾ, യുഫരിത്തുന ഫീ ഹയാതിഹിം, അവരുടെ സമയം വെറുതെ കളയാണ്, ജീവിതം വെറുതെ കളയാണ്. ഫതദ്ഹബു അഅമാറുഹും ഫീ ഗഫ്ലത്തിൻ വളയാ, അവരുടെ ആയുസ് അശ്രദ്ധയിലും അതേപോലെ തന്നെ മോശമായ കാര്യങ്ങളിലും കളഞ്ഞു കുളിച്ചുകൊണ്ട് അവർ കളഞ്ഞു തീർക്കുന്നു. വമിൻഹും മൻ യഖതഅഹു ബിൽ മആസി, തോന്നിവാസങ്ങളും അധാർമിക പ്രവർത്തനങ്ങളും വൃത്തികേടുകളും ചെയ്തുകൊണ്ട് ആ ആയുസിനെ തള്ളി നീക്കുന്ന ആളുകളും ഖബറിന് മുകളിൽ നടക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. ഈ സമയമാണ് സഹോദരന്മാരെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. എത്ര നമ്മൾ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട് നമ്മൾ ആലോചിക്കണം. ഖുർആനിൻ്റെ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്തഅമലഹു. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണ് ഇസ്തഅമൽ എന്ന് പറഞ്ഞാൽ? ഇസ്തഅമലഹു എന്ന് പറഞ്ഞാൽ എന്താണ്? യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബലൽ മൗത്ത്, മരണത്തിന് മുമ്പ് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വല്ലാത്ത തൗഫീഖ് നൽകും. അല്ലാഹു ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അമൽ ചെയ്യാൻ തൗഫീഖ് കൊടുക്കും. ആ തൗഫീഖ് കിട്ടിയിട്ടുണ്ടോ എന്ന് 5 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനുമായി
എത്ര സമയം നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ട്? 5 ദിവസം വന്നിട്ട് ഒരു ദിവസം പോലും ഖുർആൻ എടുക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കണം. തറാവീന് നമ്മൾ കൊടുത്ത പ്രാധാന്യം എത്രയാണ് ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു അമൽ സാലിഹാത്തുകൾ ചെയ്യാൻ തൗഫീക്ക് കൊടുക്കും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലിനോട് ചോദിച്ച അല്ലാഹുവിൻ്റെ റസൂലേ, അയ്യുന്നാസി ഖൈർ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറുള്ളവൻ, ഏറ്റവും അഫ്ളലായിട്ടുള്ളവൻ ആരാണ്? റസൂലുള്ള പറഞ്ഞു, പ്രിയമുള്ള സഹോദരിമാരെ, മൻ ത്വാല ഉംറുഹു വഹസന അമലുഹു, ആയുസ് നീട്ടിക്കിട്ടി, കിട്ടിയ ആയുസിലെല്ലാം നന്മകൾ കൊണ്ട് സമ്പുഷ്ടമാക്കി, ആഖിറവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ചിന്തകളും പ്രവർത്തനങ്ങളുമായി തൻ്റെ ജീവിതത്തെ, തൻ്റെ ആയുസിനെ അള്ളാഹു ആ മനുഷ്യൻ അലങ്കാരമണിഞ്ഞു. ആരാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ മോശപ്പെട്ടവൻ? റസൂലുള്ള മറുപടി പറഞ്ഞു, മൻ ത്വാല ഉംറുഹു, ആയുസ് ഏറെ കിട്ടി, 60ഉം 50ഉം 40ഉം 70ഉം 80ഒക്കെ ജീവിച്ച് തീർത്തിട്ടുണ്ട്. ഭൂമിക്ക് ഭാരമായിരുന്നു. കന്നുകാലികൾ ജീവിക്കുന്ന പോലെ അല്ല, അവർ ശുക്ർ ചെയ്യുന്നവരാണ്. നാക്കാലികൾക്ക് അവരുടേതായ ശുക്രുണ്ട്. കാഫറുകൾ ജീവിക്കുന്ന പോലെ ജീവിച്ചു തീർക്കുന്നു. മൻ ത്വാല അമലുഹു മൻ ത്വാല ഉംറുഹു, ആയുസ് ഏറെ നീട്ടിക്കിട്ടിയിട്ടുണ്ട്. വസ അമലുഹു, പക്ഷേ പ്രവർത്തനങ്ങളെല്ലാം മോശമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരന്മാരെ, കളയാൻ നമുക്ക് നേരമില്ല. ഖേദിക്കേണ്ടി വരും. ഖേദം എപ്പോഴായിരിക്കും? സക്കറാത്തിൻ്റെ സമയത്ത് മനുഷ്യൻ ഖേദിക്കും. ഒന്ന് നീട്ടിക്കൊണ്ടാ എന്ന് ചോദിക്കും. അതുകൊണ്ട് നമ്മൾ ഉറ്റാലോചിച്ചും ചിന്തിച്ചും ബുദ്ധിപരമായും ഈ സമയത്ത് തള്ളി നീക്കണമെന്ന് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും ഞാൻ എന്നോടും നിങ്ങളോടുമെല്ലാം വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹ് പറഞ്ഞു, ഷഹ്ർ റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. തൗറാത്തും ഇഞ്ചീലും സബൂറും മറ്റുള്ള ഏടുകളെല്ലാം റമദാനിൽ ഇറങ്ങിയതുപോലെ തന്നെ പരിശുദ്ധ റമദാൻ തന്നെയാണ് ഖുർആൻ ഇറക്കാനും അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുള്ളത്. വല്ലാത്ത ബന്ധമാണ് അത് രണ്ടും തമ്മിലുള്ളത്. ഖുർആൻ ശുപാർശ നടത്തും റബ്ബിനോട്, നോമ്പ് ശുപാർശ നടത്തും റബ്ബിനോട്. വല്ലാത്ത ബന്ധമാണ്. ഈ വിശുദ്ധ ഖുർആൻ എത്രയാണ് നമ്മൾ ഓതി തീർത്തിട്ടുള്ളത്? എത്ര ഓതാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? 1, 2, 3, 4, 10 ഹത്തം തീർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻഗാമി സ്വാലിഹികളായ അടിമകൾ അവർ കണക്കില്ലാതെ ഹത്തം തീർക്കുകയാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി റമദാൻ മാസത്തിൽ 60 ഹത്തം തീർക്കും. വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ? വെറുതെ പറഞ്ഞതല്ല. നമ്മളെ കണ്ണുകൊണ്ട് കണ്ടുകയാണ്. ഇമാം ഷാഫി ഹത്തം തീർത്തല്ല. ജാമിയ അൽ ഹിന്ദിൽ ഒരു കുട്ടി ഹാഫിളാവുമ്പോൾ, ഏത് സ്ഥാപനത്തിലും, മികവുള്ള ഏത് സ്ഥാപനത്തിലും അങ്ങനെ തന്നെയാണ്. ഹിഫ്ള് കോളേജിൽ ഒരു കുട്ടി ഹാഫിളാകുമ്പോൾ അവൻ്റെ അവൻ സൂറത്തുൽ ബഖറ മുതൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ ബഖറ വരെ പഠിക്കും. അതിനുശേഷം ആ കുട്ടി ഒരൊറ്റ ഇരിപ്പിൽ തന്നെ 5 ജുസ്, പിന്നെ അടുത്ത 5 ജുസുകളായി ഓതി കൊടുക്കണം. പിന്നെ 10 ജുസ് 30 ജുസ് അങ്ങനെ ഓതി കൊടുക്കണം. പിന്നെ 15 ജുസ് 15 2 ഗഡുക്കളായി. പിന്നെ 30 ജുസ് ഒറ്റ ഇരുത്തിന് ഓതി കൊടുക്കും. എപ്പോൾ തുടങ്ങും? സുബഹി നിസ്കാരം കഴിഞ്ഞ് തുടങ്ങും. പള്ളിയുടെ ഒരു മൂലക്കിലിരിക്കും. ഞാൻ എത്രയോ പ്രാവശ്യം ആ ഭാഗ്യം കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. മഗ്രിബ് കഴിഞ്ഞ് ഇശായോട് കൂടി ഖത്തം തീരും. രാവിലെ അങ്ങോട്ട് ഇരുന്നിട്ട് 30 ജുസ് ഒരു ദിവസത്തിൻ്റെ, പിന്നെ ഏകദേശം ഒരു 14-15 മണിക്കൂർ കൊണ്ട് കുട്ടി ഖത്തം തീർക്കും. അപ്പോൾ ഇതിനേക്കാൾ ഏറെ അള്ളാഹു സമയം കൊണ്ട് തൗഫീക്ക് കൊടുത്ത മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഒരു ദിവസം 2 ഖത്തം തീർക്കുകയാണ്. സാധിക്കുന്ന കാര്യമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, ഒരു ഖത്തം തീർക്കാനുള്ള പണി നമ്മൾ തുടങ്ങിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ 5-6 ജുസ് ഇപ്പം തീരണമല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, ഇതേ ഉണ്ടാവുള്ളൂ. ഇതേ നമുക്ക് ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും ഉണ്ടാവുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഖുർആനിൻ്റെ മാസമാണ് റമദാൻ. ഖുർആൻ അർത്ഥമറിഞ്ഞ് ഓതുന്നതിനേറെ ശ്രേഷ്ഠതയുണ്ട്, അർത്ഥമറിയാതെ ഓതുന്നതിന് ശ്രേഷ്ഠതയുണ്ട്. ശരി തന്നെ. പക്ഷേ കേവലം അതിനുള്ളതല്ല. അള്ളാഹു ഒട്ടനേകം സ്ഥലങ്ങളിലൂടെ അള്ളാഹു ചോദിച്ചു, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഈ ഖുർആനിനെ കുറിച്ച് നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? എന്താ ഇതിനെക്കുറിച്ച് ആലോചിക്കാത്തത്? നിങ്ങളുടെ ഹൃദയങ്ങൾ പൂട്ടിട്ട് വച്ചിരിക്കുകയാണോ? അള്ളാഹു ഈ ആയത്ത് ഇറക്കിയിട്ടുള്ളത് കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ ഇറക്കിയിട്ടുള്ളത് ഇതിൻ്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കാനും മനനം ചെയ്യാനും ഉറ്റാലോചിക്കാനും കരയുവാനും പറച്ചറപ്പിനോട് തേടുവാനും വേണ്ടിയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, അമ്മ ജുസ്ഇന്റെ അർത്ഥമെങ്കിലും
ഈ റമദാൻ കഴിയുന്നതിനിടയ്ക്ക് നമ്മൾ ഓതണം. അമ്മ ജുസ്ഇന്റെ അർത്ഥമെങ്കിലും. ഞാൻ അടിവരായിട്ട് പറയുകയാണ്, വല്ലാത്ത മാറ്റം നമുക്കുണ്ടാകും. കാരണം ഖിയാമത്ത് നാളും ഖിയാമത്തിന്റെ ഭീകരതയും എല്ലാം പറയുന്ന ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വരിയായി പഠിപ്പിച്ചിട്ടുള്ള പരലോക വിശ്വാസത്തിൻ്റെയും അതേപോലെ തന്നെ ഖിയാമത്തിൻ്റെയും കാര്യങ്ങൾ ഏറെ പറഞ്ഞിട്ടുള്ള ജുസ്കളാണ് താഴത്തെ ജുസ്കൾ. അതിൽ അമ്മ ജുസ് എങ്കിലും അർത്ഥമറിഞ്ഞു ഓതാൻ നമ്മുടെ കയ്യിൽ അമാനയുടെ തഫ്സീറുണ്ട്, പരിഭാഷയുണ്ട്, തഫ്സീറുണ്ട്, എല്ലാ സംവിധാനവും നമ്മുടെ കയ്യിലുണ്ട് സഹോദരന്മാരെ. അതുകൊണ്ട് അർത്ഥമറിഞ്ഞ് കുറച്ചെങ്കിലും ഓതാൻ നമ്മൾ സമയം കണ്ടെത്തണം. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ആയത്തെന്ന് പറഞ്ഞ ആയത്തുൽ കുർസിന്റെ അർത്ഥം ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, അതിൻ്റെ വിശദീകരണം എന്തായിരിക്കും നമ്മൾ നോക്കിയിട്ടുണ്ടോ? ആയത്തുൽ കുർസിന്റെ അർത്ഥം, അതിൻ്റെ വിശദീകരണം, അതിന് നമ്മൾ സമയം കണ്ടെത്തണം. ഈ ആയത്തുൽ കുർസി ഓതിയിട്ട് വമ്പിച്ച പ്രതിഫലം കരസ്ഥമാക്കുന്ന ആളുകളാണ് നമ്മളൊരു ഖുത്ബയിൽ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. നമ്മളത് ഓതുന്നുണ്ടോ, പാരായണം ചെയ്യുന്നുണ്ടോ, സെക്കൻഡുകൾ കൊണ്ട് കൂലി ലഭിക്കുന്ന കാര്യമാണ് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ആശയം എന്താണ് സഹോദരന്മാരെ? സൂറത്തുൽ ഇഖ്ലാസിന്റെ ആശയം എന്താണ്? ഖുർആനിന്റെ 1/3 3 പ്രാവശ്യം ഓതിയ ഖത്തം തീർത്ത കൂലിയാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഇതിനുള്ളതാണ് റമദാൻ, ഇതിനുള്ളതാണ് പ്രിയമുള്ളവരെ റമദാൻ. ആ നിലക്ക് നമ്മുടെ റമദാനിനെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അള്ളാഹു ഇത് ചോദിക്കും. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു, സൂറത്തു സുഖ്റുഫിന്റെ ആയത്തിലൂടെ, വസ്തംസിക് ബില്ലദീ ഊഹിയ ഇലൈക്, റസൂലേ താങ്കൾക്ക് നൽകപ്പെട്ട ഈ വിശുദ്ധ ഖുർആൻ താങ്കൾ മുറുകെ പിടിക്കണം. ഇന്നക അലാ സിറാത്തിൻ മുസ്തഖീം, താങ്കൾ സിറാത്ത് മുസ്തഖീമിലാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, അതെ, വഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക, വഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക, താങ്കൾക്കും താങ്കളുടെ സമൂഹത്തിനുമുള്ള ഉത്ബോധനമാണിത്. ഈ ഉത്ബോധനം ഇത് ശിഫയാണെന്ന് പഠിപ്പിച്ചു, മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്തയാണെന്ന് പഠിപ്പിച്ചു, ഇതിലാണ് സന്മാർഗമുള്ളതെന്ന് പഠിപ്പിച്ചു, സത്യവും അസത്യവും വേർതിരിക്കുന്ന വ്യവച്ഛേദിക്കുന്ന ഗ്രന്ഥമാണ്, വചനാമൃതങ്ങളാണെന്ന് പഠിപ്പിച്ചു. ഈ പറയപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കണമെങ്കിൽ കേവലം അർത്ഥമറിയാത്ത പാരായണം കൊണ്ട് സാധിക്കുകയില്ല. അർത്ഥമറിയണം, അതിന് നമ്മുടെ സമയം കണ്ടു. ചില ആളുകൾക്ക് അർത്ഥറിഞ്ഞ് ഓതുമ്പോൾ എന്തോ ഒരു ഈമാൻ കിട്ടായ്മ, ശൈതാനീയത്ത. ഈമാൻ കിട്ടേണ്ടത് അപ്പോഴാണ്. ഈ അർത്ഥറിയാതെ ഇങ്ങനെ ഓതുമ്പോൾ ആ നേരം കൊണ്ട് സാധാരണ നിൽക്കാണ്ട് ഓതിയിട്ടുണ്ടെങ്കിൽ ഒരു പേജ് ഏറെ ഓതല്ലോ എന്നാണ് ചിന്തിക്കണം. അതല്ല, ഒരു പേര് നമുക്ക് ഏറെ ഓതാം, കുറേ നമ്മൾ ഓതണം, കുറച്ച് അർത്ഥറിഞ്ഞ് ഓതണം. അത് ഞാൻ പറഞ്ഞു, അമ്മ ജുസെങ്കിലും നമ്മൾ അർത്ഥറിഞ്ഞൊന്ന് ഓതണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വസൗഫ തുസ്അലൂൻ, നിങ്ങൾ ചോദിക്കപ്പെടും. എന്ത് ചോദിക്കപ്പെടും? ഈ ഖുർആൻ നിങ്ങൾക്കുള്ള ഉത്ബോധനമാണ്, ഇതിനോട് ഉത്തരവാദിത്വമുണ്ട്. ചോദിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ഹൽ കുംതും ബിഹി ഫർതഫഅതും വൻതഫഅതും, നിങ്ങൾ ഇതുകൊണ്ട് ഉയർച്ച നേടിയോ, ഉപകാരമെടുത്തോ എന്ന് അല്ലാഹു ചോദിക്കും. അതുകൊണ്ട് തന്നെ അതിനോടുള്ള ബാധ്യത നമുക്ക് നിറവേറ്റാൻ പറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയഖ്റുജു നാസും മിൻ ഉമ്മത്തി യശ്റബൂനൽ ഖുർആന കശിറുബിഹിമിൽ ലബൻ, ദാഹാർത്തനായ ഒരു മനുഷ്യൻ, തൻ്റെ മുമ്പിൽ കുറച്ച് പാലുണ്ട്, അയാൾ കുടിച്ചു തീർക്കും, ഒന്നും ആലോചിക്കൂല. അതുപോലെ ഖുർആൻ കുടിച്ചു തീർക്കുന്ന, ഓതി തീർക്കുന്ന ആളുകളുണ്ട്. അതുപോലെ നിങ്ങൾ ആവരുത്. ഇതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഖുർആൻ ആലോചിച്ചും പഠിച്ചും മനസ്സിലാക്കിയും ചിന്തിച്ചും കൊണ്ട് ഓതാനുള്ളതാണ്. മഹാനായ സഹാബി വരൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ തഹദുൽ ഖുർആന ഹാദാ ശിഅർ, കവിത പാടും പോലെ ഖുർആൻ പാടി തീർക്കാനുള്ളതല്ല. വലാ തൻഥുറു നശ്റദ്ദഖൽ, കേടുവന്ന ഈത്തപ്പഴം, കേടുവന്ന ചുളുങ്ങിയ ഉപയോഗിക്കാൻ പറ്റാത്ത ഈത്തപ്പഴം, അത് കർഷകന്മാർ ഈത്തപ്പന മരത്തിൽ നിന്നും പറിച്ചെടുക്കുമ്പോൾ അതുകൊണ്ട് വലിച്ചെറിയും. അതുപോലെ നിങ്ങൾ വലിച്ചെറിയരുത് ആയത്തുകളെ, വാക്കുകളെ. നേരെ മറിച്ച് നല്ല ഈത്തപ്പഴമാണെങ്കിൽ അത് താഴേക്ക് വീണാൽ എവിടേക്കാണ് ഇത് പോയത്? തേങ്ങ ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കും, നല്ല തേങ്ങയാണെങ്കിൽ എവിടേക്കാ, ഏത് കാട്ടിലേക്കാണ്, ഏത് കുയിലേക്കാണ് വീണത്. അടക്കിടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കും, നല്ലതാണെങ്കിൽ, കേടുന്നതാണെങ്കിലും എവിടേക്കാച്ച പോയിക്കോട്ടെ. അപ്പോൾ ഒരു കൊലയിലെ എല്ലാ തേങ്ങയും ഒരു 20 തേങ്ങ ഉണ്ടെങ്കിൽ 20 തേങ്ങയും നമ്മൾ 20 സ്ഥലത്ത് പോയി പൊറുക്കും. അതുപോലെ പൊറുക്കിയെടുക്കണം ഖുർആന്റെ ആയത്തുകളെ. ചിന്തിച്ചും നോക്കിയും പഠിച്ചും മനനം ചെയ്തുമായിരിക്കണം പാരായണം ചെയ്യേണ്ടത്. അതിൻ്റെ അത്ഭുതത്തിൽ നിങ്ങൾ നിൽക്കണം, അതിനെക്കുറിച്ച് ആലോചിക്കണം. നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ ചലിപ്പിക്കണം.
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് ദീന് പഠിച്ച സഹാബികൾ പറഞ്ഞു തരികയാണ്. കാരണം സഹോദരന്മാരെ, അല്ലാഹ് പറയുകയാണ്, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. ജനങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള സതുപദേശം വന്നിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, ഹൃദയങ്ങൾക്കുള്ള സമാധാനമാണത്, ഹൃദയങ്ങൾക്കുള്ള ആശ്വാസമാണത്, മരുന്നാണത്. വഹുദൻ വറഹ്മതൽ ലിൽ മുഅ്മിനീൻ, വഹുദൻ വറഹ്മതുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് സന്മാർഗവും അതേപോലെ തന്നെ കാരുണ്യവുമാണത്. ഈ കാരുണ്യവും സന്മാർഗവും സഹോദരന്മാരെ, ഈ സതുപദേശവും നമുക്ക് എടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. വെറുതെ കളയാനുള്ളതല്ല. അള്ളാൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞപ്പോൾ ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുന്ന ആളുകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് ഇതിന് സമയം കണ്ടെത്തണം. ഇതിന് സമയം കണ്ടെത്താത്ത ആളുകളെ കുറിച്ച് അല്ലാഹ് പറഞ്ഞു, ബൽ ഖുലൂബുഹും ഫീ ഗംറത്തിൻ മിൻ ഹാദാ, അവർക്ക് അവരുടെ ഹൃദയങ്ങൾ ഈ ഖുർആനിൽ നിന്നും അകന്നു കിടക്കുകയാണ്, അശ്രദ്ധയിലാണ് അവർ. ഖുർആൻ വായിക്കാനോ പഠിക്കാനോ അവർക്ക് സമയമില്ല, അവർ അശ്രദ്ധയിലാണ്. വലഹും അഅമാലും മിൻ ദൂനി ദാലിക്, അവർ വേറെ പണികളിലാണ്, ദുനിയാവിൻ്റെ തിരക്കുകളിലാണ് അവർ. ഖുർആൻ വായിക്കാനോ, ഒരു മനുഷ്യന് സ്വർഗം ലഭിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വർഗപാത വെട്ടി തെളിച്ച് കാണിച്ചു തരുന്ന ഈ മനുഷ്യനെന്ന മെഷീനിൻ്റെ യൂസർ മാനുവലാണിത്. ഇത് വായിച്ചു നോക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർക്ക് സമയമില്ല. ഹും ലഹാ ആമിലൂൻ, അവർ ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരാണ്, അവരതിങ്ങനെ ചെയ്യണം. മരണം വരെ സമയം കിട്ടൂല. മരിക്കുന്നതിനിടയ്ക്ക് ഖുർആൻ ഒരാവർത്തി ഹത്തം തീർക്കാനോ അതേപോലെ തന്നെ അതിൻ്റെ ആശയമൊന്ന് വായിച്ച് മനസ്സിലാക്കാനോ തൗഫീഖ് കിട്ടാത്ത അധഭാഗ്യരായിട്ടുള്ള ആളുകൾ. എത്ര ആയുസ് നമുക്ക് അല്ലാഹു നൽകി? 40, 50, 60, 70 വർഷം തന്നിട്ട് ഒരാവർത്തി ഒരു ദിവസം ഒരു പേജിൻ്റെ അർത്ഥം നോക്കിയിട്ടുണ്ടെങ്കിൽ എന്ന് തീർന്നിട്ടുണ്ടാവും സഹോദരന്മാരെ. 600 ചില്ലറ പേജാണുള്ളത് അല്ലേ? അപ്പം ഈ നിലക്കായിരിക്കണം സഹോദരന്മാരെ നമ്മൾ ഇന്ന് തുടങ്ങണം. റമളാനുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടങ്ങണം. അപ്പോൾ റമളാൻ കഴിഞ്ഞാലും അർത്ഥം വായനയും അതിൻ്റെ പഠനവും നമുക്ക് തുടരാൻ സാധിക്കും. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ അല്ലാഹ് പറയാണ്, വമൻ യഅ്ശു അൻ ദിക്രിർ റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. ഈ ഖുർആനുമായിട്ട് അത് പഠിക്കാനോ ചിന്തിക്കാനോ അതിനോട് ബന്ധം പുലർത്താനോ സാധിക്കുന്നില്ലെങ്കിൽ അള്ളാഹിൻ്റെ സഹായം ഉണ്ടാവുകയില്ലെന്ന് മാത്രമില്ല, അള്ളാഹു അവന് ശൈത്താനെ കൂട്ടാളിയാക്കി കൊടുക്കും. മനുഷ്യനെ ഒരു കൂട്ടാളിയാക്കിക്കൊണ്ട് ശൈത്താനെ അള്ളാഹു കൊടുക്കും. പിന്നെ ആ ശൈത്താൻ്റെ കയ്യിലെ കളിപ്പാവയാണ്. സ്വന്തം ഉമ്മാനെ വെട്ടിക്കൊന്നിട്ട് അറിണില്ല, ഉമ്മാനെ കൊന്നു എന്ന് വിചാരിച്ചാൽ പോയത്. പാപ്പാൻ്റെ സഹോദരനെ കൊല്ലാണ്, സ്വന്തം അനിയനെ അടിച്ച് കൊല്ലാണ്. ആലോചിച്ച് നോക്കണം സഹോദരന്മാരെ. മാപ്പിളക്കുട്ടികൾ ലഹരിയുടെ ഉടുക്കാനും പുതക്കാനും കിടക്കാനും എല്ലാം ലഹരി. എവിടെ പരിഹാരം? ഒരു പാവപ്പെട്ട പിഞ്ചുമോനെ കൊന്നിട്ട്, 10ാം ക്ലാസ് പഠിക്കണ പിഞ്ചുമോനെ കൊന്നിട്ട് അവൻ്റെ മരണവാർത്ത കേട്ടിട്ടും കേൾക്കണതിന് മുമ്പും കൊന്ന് അടിച്ച് ഇല്ലാതാക്കിയിട്ട് ചർച്ച ചെയ്യാണ് നമ്മുടെ മക്കൾ സോഷ്യൽ മീഡിയയിൽ. അത് ആസ്വദിച്ചുകൊണ്ട്, അതിൽ ഖേദമല്ല ഉള്ളത്. ഒരു ഉമ്മയുടെ വേദന, ഒരു വാപ്പയുടെ വേദന, ഒരു കുടുംബത്തിൻ്റെ വേദന, ഒരു നാടിൻ്റെ വേദന മനസ്സിലാക്കാൻ പറ്റാത്ത മക്കൾ വളർന്നു വരികയാണ്. എവിടെയാണ് പരിഹാരം? ലഹരിയുടെയും അതേപോലെ തന്നെ അധാർമികതകളുടെയും കൂത്തരങ്ങായി മാറുകയാണ് നമ്മുടെ കുട്ടികൾ. കാരണം ശൈത്താൻ്റെ കയ്യിലെ കളിപ്പാവകളാണ്. MDM അങ്ങോട്ട് കയറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വാപ്പാനെ തിരിച്ചറിഞ്ഞില്ല, വാപ്പാനെ കൊന്നാലും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് മുക്തമായ ചെറുപ്പക്കാരന്മാർ പറയുന്നു. കാരണം അവിടെ നിയന്ത്രിക്കുന്ന ശൈത്താനാണ് സഹോദരന്മാരെ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞതാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സുൻ മിൻ അമലി ശൈത്താൻ. ഈ ലഹരി ഉപയോഗവും അതേപോലെ തന്നെ കള്ളും തോന്നിവാസവും അതേപോലെ തന്നെ ശിർക്കൻ പ്രവർത്തനങ്ങളും ചൂതാട്ടങ്ങളും ഇതെല്ലാം ശൈത്താനിൽ നിന്നുള്ള പ്രവർത്തനങ്ങളാണ്. ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. വിജയം നേടണോ? ഒഴിവാക്കണം. വിജയം ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അള്ളയാണ് പറയുന്നത്. കുറച്ചല്ലേ, കുട്ടികളല്ലേ, കമ്പനി കൂടുമ്പോഴല്ലേ, ടൂറ് പോകുമ്പോഴല്ലേ, ഒരു ചെറിയ പങ്കല്ലേ, വിജയിക്കൂല. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ഇന്നമാ യുരീദു ശൈത്താനു, ശൈത്താൻ ഉദ്ദേശിക്കുന്നത് അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംരി വൽ മൈസിരി വയസദ്ദകും അൻ ദിക്രില്ലാഹ്.
ശൈത്താൻ ഇതിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ? നിങ്ങൾക്കിടയിൽ പരസ്പരം വിദ്വേഷവും പകയും ഉണ്ടാക്കാനാണ്, നിങ്ങളെ പരസ്പരം തമ്മിൽ തല്ലിക്കാനാണ്, പരസ്പരം അടിച്ചു കൊല്ലുന്നതിനും അതേപോലെ തന്നെ തകർത്തില്ലാതാക്കുന്നതിനും യാതൊരു പ്രശ്നവുമില്ലാതെ, ഒരു മനസ്താപവുമില്ലാത്ത ആളുകൾ കൊന്നു കഴിഞ്ഞതിന് ശേഷം അത് സോഷ്യൽ മീഡിയയിലൂടെ ആഘോഷിക്കുകയാണ്. ഇതാണ് അവസ്ഥ. പരിഹാരം അള്ളാന്റെ കലാമിലേ ഉള്ളൂ സഹോദരന്മാരെ. അതുകൊണ്ട് അള്ളാന്റെ കലാം ആ നിലക്ക് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് മാറ്റമുണ്ടാവും. അള്ളാഹ് പറഞ്ഞു, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനിയ തഖശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, ഏറ്റവും നല്ല വർത്തമാനം അള്ളാഹ് ഇറക്കിയിരിക്കുന്നു. കിതാബൻ, അതൊരു ഗ്രന്ഥമാണ്. മുതശാബിഹൻ മസാനിയ തഖശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, എങ്ങനെയുള്ള വർത്തമാനമാണ്? അഥവാ വചനങ്ങൾക്ക് പരസ്പരം സാമ്യതയുള്ളതും ആവർത്തിക്കപ്പെടുന്നതുമായ വചനങ്ങൾ. തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് അവരുടെ ചർമ്മങ്ങൾ അത് നിമിത്തം രോമാഞ്ചമണിയുന്നു. പിന്നീട് അവരുടെ ചർമ്മങ്ങളും ഹൃദയങ്ങളും അള്ളാഹുവിനെ സ്മരിക്കുന്നതിനായി വിനീതമാകുകയും ചെയ്യുന്നു. റബ്ബ് പറയുകയാണ്, സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ് ദാലിക ഹുദല്ലാഹ്. ഇതാണ് അള്ളാഹ് പഠിപ്പിച്ച ഹുദ, ഇതാണ് സന്മാർഗം. വിശുദ്ധ ഖുർആനിലൂടെയാണ് അത് ലഭിക്കുന്നത്. അത് കേവലം അർത്ഥമറിയാത്ത ഓത്തത് കൊണ്ട് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് ആ ഹുദ നൽകുന്നത്. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ളലാലത്തിലാക്കിയാൽ ഫമാ ലഹു മിൻ ഹാദ്, അവന് സന്മാർഗം കൊടുക്കുന്ന ഒരാളും ഉണ്ടാവുകയില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വൈദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറക്കപ്പെട്ട ഖുർആൻ അവർ കേട്ടാൽ, തറാ അഅ്യുനഹും തഫീദു മിനദ് ദംഇ മിമ്മാ അറഫു മിനൽ ഹഖ്. അള്ളാന്റെ റസൂലിന് ഇറങ്ങിയിട്ടുള്ള ദിവ്യവചനങ്ങൾ, വചനാമൃതങ്ങൾ, അത് സത്യസന്ധമാണ്, അത് യാഥാർത്ഥ്യമാണ്, അത് കുട്ടിക്കളിയല്ല, അത് നിസ്സാരമായ വാക്കുകളല്ല എന്ന് മനസ്സിലാകുമ്പോൾ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് കവിളുകളിലൂടെ കണ്ണീര് ധാരധാരയായി ഒഴുകുന്ന മുഅ്മിനീങ്ങളെ റസൂലേ, താങ്കൾക്ക് കാണാം യഖൂലൂന, ഈ ആയത്തുകൾ അവർ പാരായണം ചെയ്തിട്ട് അവർ കേട്ടിട്ട് അതിൻ്റെ ഹക്ക് മനസ്സിലാക്കിയിട്ട് അവർ പറയുന്നു, റബ്ബനാ ആമന്ന, ഞങ്ങളതിൽ വിശ്വസിച്ചിരിക്കുന്നു റബ്ബേ, ആമന്ന ഫക്തുബിനാ മഅശ്ശാഹിദീൻ, ഷാഹിദീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഇത് രേഖപ്പെടുത്തണമേ റഹ്മാനെ എന്ന് പ്രാർത്ഥിക്കുന്നു അവർ. വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ ഓതുമ്പോൾ ഉണ്ടാവുന്ന മാറ്റമാണ് സഹോദരന്മാരെ അത്. ഈ ഒരു അവസ്ഥയിലേക്ക് പരിവർത്തിപ്പിക്കപ്പെടാൻ നമുക്കാവേണ്ടതുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല ഒരു കളരിയാണ് റമദാൻ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പലർക്കും കൊടുക്കാതെ നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ റമദാനിൽ ജീവിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമദാൻ അതിൻ്റെ എല്ലാ ആത്മാവും ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണം എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിലേക്ക് പാപമോചനം നടത്തേണ്ട സമയങ്ങളിലാണ് നമ്മളുള്ളത്. എല്ലാ ദിവസവും ഏത് സമയത്തും വിശിഷ്യ രാത്രിയിലുമെല്ലാം ചെയ്തിട്ടുള്ള പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. ശൈത്താൻ നമ്മളിലൊക്കെ ചെയ്യുന്നൊരു പ്രവർത്തനം, നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ തെറ്റ് ചെയ്യണത്, 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, അള്ളാൻ്റെ മാർഗത്തിൽ കൊടുക്കേണ്ട, കുറച്ചൊക്കെ ദീനായി നിറയ്ക്കണം, നമുക്കെന്താ പ്രശ്നം? തൗബ ചെയ്യാൻ മാത്രം എന്താ ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് തോന്നിപ്പിച്ചു തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഞാൻ ഒരു ദിവസം 100 പ്രാവശ്യം തൗബ ചെയ്യും. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പാപങ്ങളെ നിസ്സാരമായി കാണിച്ചു തരിക എന്ന് പറഞ്ഞാൽ ശൈത്താൻ്റെ അജണ്ടയാണ്. നമ്മൾ പെടാൻ പാടില്ല.
അതിൽ നമ്മൾ പെടാൻ പാടില്ല സഹോദരന്മാർ. അതുകൊണ്ട് തൗബ ചെയ്യുക, വൻപാപങ്ങൾ ഏറ്റു പറയുക, കരയ പടച്ചറബിനോട്. പടച്ചറബ് സുബ്ഹാനഹു വ തആലയുടെ കരയ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാപങ്ങൾ, തോന്നിവാസങ്ങൾ, ഹറാമുകൾ പടച്ചറബിനോട് ഖേദം പ്രകടിപ്പിച്ച് കരഞ്ഞ് പഞ്ചപുച്ഛമടക്കി കഴുകിക്കളഞ്ഞ് വേണം നമ്മൾ റമദാനിനോട് വിട പറയാൻ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ സഹോദരന്മാർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കണക്കില്ലാതെ കൊടുക്കേണ്ട സമയമാണ്. അള്ളാഹ് നമുക്കൊക്കെ സമ്പത്ത് നൽകിയിട്ടുണ്ട്, നമ്മളൊക്കെ എല്ലാവരും നന്നായി കൊടുക്കുന്നുണ്ട്. ഈ റമദാനിലൊക്കെ കണക്കില്ലാത്ത പിരിവാണ്. അതിപ്പോൾ റമദാനായ അങ്ങനെ തന്നെയാണ്. അതൊക്കെ നമ്മുടെ ഓരോ പിരിവുകാരനും ഓരോ സംവിധാനങ്ങളും ഓരോ പദ്ധതികളും പ്രൊജക്റ്റുകളും ഒക്കെ നമുക്കുള്ള സഹോദരന്മാരെ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരികയാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ എന്താ അവസ്ഥ? ഒരു പിരിവുകാരൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 100 രൂപ കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടല്ലോ. വല്ലാഹി ഞാൻ എങ്ങനെയാണ് ചിന്തിക്കാറുള്ളത്, നിങ്ങളും അങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ അത്ര കണക്കില്ലാതെ നമ്മുടെ ഷാഗിൽ നിന്നൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം റമദാനിൽ കണക്കില്ലാത്ത പിരിവേരുണ്ടാവും. സ്ഥിരമായി നമുക്കറിയണ ഒരുപാട് പിരിവുണ്ട്. ജാമിയത്തുൽ ഹിന്ദ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കരുണുണ്ട്, പീസ് റേഡിയോ ഉണ്ട്, നമ്മുടെ സംഘടനയും സംവിധാനങ്ങളൊക്കെ. സംഘടനാ സംവിധാനം എന്ന് പറഞ്ഞാൽ ദഅവത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിന് പുറമെ നമ്മൾ പുതിയതായി തുടങ്ങിയിട്ടുള്ള ഒരുപാട് പള്ളികളും പ്രൊജക്റ്റുകളും മദ്രസകളും, ഇതിനൊക്കെ നമ്മൾ കൊടുത്താൽ ഇതിൻ്റെയൊക്കെ ഇരട്ടി നമുക്കുള്ളത് തരും. കൊടുത്തിട്ട് ആരും ഇല്ലാതായിട്ടില്ല. കൊടുത്താൽ ഇല്ലാതാവുമെന്ന് പറയണ ഒരാളുണ്ട്, അത് ശൈത്താനാണ്. അല്ലാഹ് പറഞ്ഞു, അശ്ശൈത്താനു യഇദുകുമുൽ ഫഖ്റ, ശൈത്താൻ ദാരിദ്ര്യം പറഞ്ഞ് പേടിപ്പിക്കും. പക്ഷെ അള്ളാഹു നിങ്ങൾക്ക് യഇദുകും മഗ്ഫിറത്തും മിൻഹു വഫദ്ല, അള്ളാഹ് നിങ്ങൾ കൊടുക്കുന്നതോടുകൂടി നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കും, നിങ്ങൾക്ക് ഇരട്ടി തരുന്ന അള്ളാഹ് പറയുന്നത്. ആരതാ കേൾക്കേണ്ടിയെന്നാ ചോദ്യത്തിൻ്റെ അർത്ഥം, ചോദ്യത്തിൻ്റെ ഉദ്ദേശം. ആരതാ കേൾക്കേണ്ടത്? മഹാവഞ്ചകനായ ശൈത്താൻ്റെ കേൾക്കണോ, അതല്ല അർഹമുർ-റാഹിമീനായ റബ്ബിൻ്റെ കേൾക്കണോ? കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈറിൻ തജിദൂഹു ഇൻദല്ലാഹ്, അള്ളാഹിൻ്റെ അടുത്ത് കാണും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. വസ്തഗ്ഫിറുല്ലാഹ് ഹുവ ഖൈറൻ വ അഅ്ലമ അജ്റ, അത് ഖൈറായിട്ട് കൊണ്ട് ഏറ്റവും വലിയ പ്രതിഫലമായി കൊണ്ട് അല്ലാഹ് സ്വീകരിക്കും. അതുകൊണ്ട് ആത്മാർത്ഥമായി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹ് ചോദിച്ചു, മൻ ദല്ലദി യുക്രിദുല്ലാഹ ഖർളൻ ഹസന, അള്ളാഹ്ക്ക് ഏറ്റവും നല്ല കടം കൊടുക്കാൻ ആരാ ഉള്ളത്? ഞാനുണ്ട് റബ്ബേ എന്ന് പറഞ്ഞു കൊടുക്കാൻ. സമ്പത്തിനെ ഇടിച്ചിൽ പറ്റുന്ന രീതിയിൽ കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വീണ്ടും തരും. അള്ളാഹു അതിന് ആ നിലക്ക് അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുക്കണവർക്ക് ഇനിയും കൊടുക്ക റബ്ബേ, പിടിച്ചു വെക്കുന്നവന് നാശം കൊടുക്ക റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹു 2 മലക്കുകളെ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ദിവസവും ആ മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്, പഠിച്ചോ കൊടുക്കണോന് ഇനി കൊടുക്ക റബ്ബേ, കൊടുക്കണോന് കണക്കില്ലാതെ കൊടുക്ക റബ്ബേ. ഇവിടെ കൊടുത്തിട്ട് ആരെങ്കിലും ഇല്ലാതായിക്കണോ? നമ്മളൊക്കെ എത്ര കാലമായി പിരിവിൻ്റെ രംഗത്ത് ജീവിക്കണം. നമ്മൾ തുടങ്ങിയ കാലം മുതൽ നമുക്കൊക്കെ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് പൈസ തരുന്ന ആൾക്കാർ ഇന്നും തരികയാണ്. അള്ളാഹു അവർക്ക് വീണ്ടും ഫദ്ല് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. കോടാനുകോടി മലക്കുകൾ ആമീൻ പറയുന്ന പ്രാർത്ഥന, കൊടുക്കണോന് കൊടുക്ക റബ്ബേ എന്ന് ഒരു മലക്ക് പ്രാർത്ഥിക്കുന്നു, കോടാനുകോടി മലക്കുകൾ ആമീൻ പറയുന്നു. പിടിച്ചു വെക്കണവന് പടച്ച റബ്ബേ നാശം കൊടുക്ക റബ്ബേ എന്ന് വേറൊരു മലക്ക് പ്രാർത്ഥിക്കുന്നു, കോടാനുകോടി മലക്കുകൾ ആമീൻ പറയുന്നു. അപ്പം അള്ളാഹു സ്വീകരിച്ച പ്രാർത്ഥനയാണ്. അതുകൊണ്ട് കൊടുക്കണോന് എന്നും കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ആ നിലക്ക് സ്വീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് അള്ളാഹിൻ്റെ മാർഗത്തിൽ ധാരാളമായി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മ്രിഇൻ ഫീ ളില്ലി സ്വദഖതിഹി ഹത്താ യുഫ്സല ബൈനൻ നാസ്, മഹ്ശറയിൽ ഓരോ മനുഷ്യന്മാരും അവർ കൊടുത്ത സ്വദഖയുടെ തണലിലായിരിക്കും. വിചാരണ ചെയ്ത് അള്ളാഹു സ്വർഗത്തിലേക്കുള്ളവരെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കുള്ളവരെ നരകത്തിലേക്കും നീക്കുന്നത് വരെ ആ ചുട്ടുപൊള്ളുന്ന സൂര്യന് താഴെ നിൽക്കുന്ന സമയത്ത് സ്വദഖയുടെ തണലുണ്ടായിരിക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരു പിരിവേരനും നമ്മൾ എന്താക്കണ്ട, അടിപയിപ്പിക്കണ്ട. ഒക്കെ നമുക്കുള്ളതാണ്. നമുക്ക് സ്വർഗം തരാൻ വേണ്ടി വന്നവരാണ്. അള്ളാൻ്റെ ഇതൊക്കെ നമുക്ക് അള്ളാഹ് തന്ന പൈസയാണ്. അള്ളാഹു നമുക്ക് തന്നതാണ്. വആതൂഹും മിൻ മാലില്ലാഹി അല്ലദീ ആതാക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിങ്ങൾ ചെലവഴിക്കണം. അള്ളാൻ്റെ സമ്പത്തിൽ നിന്നും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അള്ളാൻ്റെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ കൊടുക്കണം. അതുകൊണ്ട് ഒരുപാട് പദ്ധതികൾ നമ്മുടെ ശാഖയിലുണ്ട്. ഇവിടുത്തെ ഇഫ്താർ കിറ്റ്, അതുപോലെ റമദാൻ കിറ്റ്, അതേപോലെ തന്നെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ജാമിയത്തുൽ ഹിന്ദിൻ്റെ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി കൊടുക്കുവാനുള്ള മനസ്സ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി കൊടുക്കാനുള്ള സമ്പത്തും ബിസിനസ്സിലുള്ള വളർച്ചയും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അള്ളാഹുവിൻ്റെ ഈ ദുനിയാവിലും ആഖിറത്തിലുമെല്ലാം നമ്മുടെ സമ്പത്ത് കൊണ്ട് വിജയം വരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തം നേടി മഗ്ഫിറത്ത് നേടി ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉദവി നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ഒക്കെ പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വാലിഹായ അമലുകളായി സ്വീകരിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا يا راحم المساكين. وصل اللهم وسلم وبارك على محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.